പാരീസിൽ നിന്ന് ഒരു 1 hour ട്രാവൽ ചെയ്താൽ എത്തുന്ന ഒരു ബ്യൂട്ടിഫുൾ മെഡിവൽ സിറ്റിയിലാണ് നമ്മളിന്ന് പോകുന്നത്. രാവിലെ പോയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് രാത്രിയാകുമ്പോഴത്തേക്കും തിരിച്ചു വരാൻ പറ്റും. കറൻ്റ്ലി ഇവിടെ ഒരു 3000 ആൾക്കാരാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇതൊരു വലിയൊരു ഹില്ലിൻ്റെ മേളിലുള്ള വാലി ആയതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് ഒത്തിരി ഉണ്ട് ഇവിടെ. മെയിനായിട്ടും കുറേ ഇതുപോലെയുള്ള അരുവികളുണ്ട്. പണ്ടത്തെ കാലത്ത് തുണികൾ കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നതാണിത്. 17ഓളം ബിൽഡിങ്സ് ഇപ്പോഴും അവർ പ്രിസർവ് ചെയ്യുന്നുണ്ട്. വാറിൻ്റെ ടൈമിൽ ഇത് കുറേ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. കാർദലിയോണിൽ ഒരു 1 hour ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു സ്റ്റേഷനിൽ എത്താം, ഷെത്തു ലണ്ടൻ. അവിടുന്ന് 34 ബസ്സിൽ ഒരു 4-5 സ്റ്റോപ്പ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സിറ്റിയിൽ എത്താൻ പറ്റും. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ടൂറിസ്റ്റ് ഓഫീസ് ഉണ്ട്. ഇവിടെ പോയാൽ നമുക്ക് മാപ്പ് കിട്ടും. മാപ്പ് വാങ്ങിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത് ഫസ്റ്റ് ടൈം വരുന്ന ടൈമിൽ. ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു അരുവിയാണ്. ഇതും ഈ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം പണ്ടത്തെ കാലത്ത് തുണികൾ കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നതാണ്. കറൻ്റ്ലി ഇവിടെ ഒരു 17ഓളം ഇതുപോലത്തെയുള്ള ബിൽഡിങ്ങുകൾ ഇപ്പോഴും പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഹിസ്റ്ററിയാണ് ഇവിടെയും എല്ലാ ബിൽഡിങ്ങിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ ഇങ്ങനെ അവർ എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ. സ്റ്റോണുകൾ കൊണ്ടുള്ള ബിൽഡിങ്ങും സ്ട്രീറ്റൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇവിടെയുള്ള സ്റ്റോണുകൾ നമ്മുടെ സാക്രഡ് കോർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഹിസ്റ്ററി ഉള്ള ഒരു ചെറിയൊരു ടൗണാണിത്. നമുക്കിതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ചാറ്റ്ജിപിടിയിൽ നോക്കിയാലേ അറിയാൻ പറ്റും. നമ്മൾ ഫുഡൊക്കെ ആയിട്ടാണ് വന്നത്. നമ്മൾ ഇവിടുത്തെ സെമെട്രിയിലും പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെയല്ല, ഭയങ്കരമായിട്ട് കുറേ ക്യൂട്ട് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മരിച്ച ആൾക്കാർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതായിരിക്കാം തോന്നുന്നു. പിന്നെ ഇവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ നോർമലി പോലെ തന്നെയാണ്. എല്ലാം ചെറിയ ചെറിയ ബിൽഡിങ്ങുകളാണ് എല്ലാം.